എല്ലാ പ്രേക്ഷകർക്കും ഉണ്ടാക്കേണ്ട പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ എൻ്റെ ആക്ഷൻ ക്യാമറ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചിൻ സ്ട്രാപ്പ് മൗണ്ട് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ്ങും ഇതിൻ്റെ എങ്ങനെ ഉണ്ട്, ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ മോട്ടോ വ്ളോഗിങ് ചെയ്യുന്ന ആളുകൾക്ക് കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു മൗണ്ട്. കാരണം അപ്പോൾ നിങ്ങളുടെ ഹെൽമെറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു മൗണ്ടൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ആക്ഷൻ ക്യാമറ മൗണ്ട് ചെയ്യണമെങ്കിൽ കുറച്ച് പാടാണ്. അപ്പോൾ ചില സമയത്ത് അത് നമുക്ക് പല കണക്ടറും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വരും. അത് കണക്ട് ചെയ്യണമെങ്കിൽ ചില സമയത്ത് നമുക്ക് അത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയ സമയത്ത് എൻ്റെ ഹെൽമെറ്റിൽ ഇതെനിക്ക് ഞാൻ കാണിച്ചത് എൻ്റെ ഹെൽമെറ്റ്. അപ്പോൾ എൻ്റെ ഈ ഹെൽമെറ്റിൽ ഇവിടാണ് ഞാൻ മൗണ്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. എൻ്റെ ആക്ഷൻ ക്യാമറ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇത് കുറച്ച് മൂവിങ് പാർട്ടാണ്. ഇത് ഇതിൻ്റെ എയർ വെൻറ്റിലേഷനാണ്. അപ്പം ഇവിടെ എനിക്ക് ഇത് മൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ മൗണ്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റിക്കറും ഇതിൻ്റെ കൂടെ ഒരു മൗണ്ടും ഉണ്ട്. ഈ ഒരു മൗണ്ടും വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിക്കേണ്ടത്. പക്ഷേ ഈ ഒരു മൗണ്ട് ഇവിടെ ഒട്ടിക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടെ അതിനുള്ള സ്പേസ് ഇല്ല. കാരണം ഫ്ലാറ്റ് സർഫസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നിങ്ങൾക്ക് ഒട്ടിക്കാൻ പറ്റത്തുള്ളൂ. ഇത് പിന്നെ ഒട്ടിക്കാൻ പറ്റുന്നത് ഈ ഒരു സൈഡിലാണ്. അപ്പോൾ ഇതിവിടെ ഞാൻ മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സെപ്പറേറ്റ് ഒരു കണക്ടറും കാര്യങ്ങളൊന്നും ഇല്ലാതെ ക്യാമറ ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് ഈ ഒരു ചിൻ സ്ട്രാപ്പ് മൗണ്ട് ഞാൻ കണ്ടത്. എന്നാൽ പിന്നെ ഇത് ഒരെണ്ണം മേടിച്ചിട്ട് അത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ നമ്മൾ ആവശ്യമുള്ള സമയത്ത് മാത്രം ഇത് വെച്ചാൽ മതി. ആവശ്യം കഴിഞ്ഞിട്ട് നമുക്കിത് അയച്ചു വെക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. പിന്നെ നിങ്ങളുടെ ഹെൽമെറ്റ് നാശമാവുകയില്ല. അപ്പം മറ്റേത് ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങളിത് പിന്നീട് നിങ്ങൾക്ക് വേണ്ടാന്ന് വിചാരിച്ചിട്ട് റിമൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഹെൽമെറ്റ് നാശമാകും. അതിൻ്റെ ഗമ്മും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെളി പിടിച്ച് വരുമ്പോൾ അത് വൃത്തികേടാകും. അപ്പോൾ അവിടെയാണ് ഈ ഒരു സാധനം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം ഇത് അതിൽ ഫിറ്റ് ചെയ്ത് വെച്ചാൽ മതി. ആവശ്യം കഴിയുമ്പോൾ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് വയ്ക്കാം. അപ്പോൾ ഇത് വരുന്നത് വെച്ചാൽ ഇതിൻ്റെ കൂടെ ഒരു ജയമൗണ്ടും കൂടെ വരുന്നുണ്ട് നമുക്ക്. ഇതിപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചാണ്. അപ്പോൾ റേറ്റ് നോക്കിയപ്പോൾ എല്ലാം ഇങ്ങനെ വരുന്നതിൻ്റെ എല്ലാം സെയിം റേറ്റാണ് വരുന്നത്. റേറ്റ് ഞാൻ ലാസ്റ്റിൽ പറയാം. എന്നിട്ട് ഇതിൻ്റെ ലിങ്കും കൂടെ, ആമസോണിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക. ഇത് അത്യാവശ്യം ഞാൻ റിവ്യൂസൊക്കെ നോക്കി അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് ഈ ഒരെണ്ണം മേടിച്ചത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ജയമൗണ്ടും കിട്ടി. അപ്പോൾ ഈ ജയമൗണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ എൻ്റെ ആക്ഷൻ ക്യാമറയുടെ കൂടെ എനിക്ക് കിട്ടിയ ജയമൗണ്ടാണിത്. ശരിക്കും പറഞ്ഞാൽ ഇത് തമ്മിൽ സൈസൊക്കെ സെയിമാണ്, ഒരു വ്യത്യാസമില്ല. ക്വാളിറ്റിയിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഈ കിട്ടിയ ഇതിൻ്റെ കൂടെയുള്ള ഈ സാധനത്തിന് കുറച്ചും കൂടെ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ ഹാർഡ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനിയിപ്പം ഇത് വരുന്നതെന്ന് വെച്ചാൽ യൂണിവേഴ്സൽ ഒരു മൗണ്ടാണ്. കാരണം അല്ലെങ്കിൽ യൂണിവേഴ്സൽ സ്ട്രാപ്പാണ്. അപ്പം നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ആക്ഷൻ ക്യാമറ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് നോയ്സിൻ്റെ പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡലാണ്. ഇപ്പോൾ അതല്ല നിങ്ങളുടെ ഗോപ്രോ ആണെങ്കിലും അതല്ല SJCAM ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അതിലിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു യൂണിവേഴ്സൽ മോഡലാണ് ഇത് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് ആക്ഷൻ ക്യാമറ ആണെങ്കിലും കോമ്പാക്റ്റ് ആക്ഷൻ ക്യാമറ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ മൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ക്യാമറ മാറ്റിയെന്ന് പറഞ്ഞാൽ മൗണ്ട് ഒന്നും മാറ്റേണ്ടി വരത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജും കൂടി ഈ ഒരു സാധനത്തിനുണ്ട്. അപ്പം ജസ്റ്റ് ഇത് അൺബോക്സ് ചെയ്തിട്ട് ഞാനിത് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് ജസ്റ്റ് മെയ്ഡ് ഇൻ ചൈനയാണ് സാധനം. പക്ഷേ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഇത് മൊത്തം ചൈനയാണ് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ പറയുന്നത് 500 ഗ്രാമാണ് മാക്സിമം ഇതിൽ ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 500 ഗ്രാമിൽ കൂടുതൽ വെയിറ്റ് ഇത് താങ്ങില്ല. അപ്പോൾ ഒരിക്കലും നമ്മുടെ ക്യാമറ 500 ഗ്രാം വെയിറ്റ് വരില്ല. എന്നാലും അവർ പറഞ്ഞിട്ടുള്ളത് ഒരു 500 ഗ്രാം വെയിറ്റ് ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. സാധനം ചെറിയൊരു സാധനമാണ്. അത്യാവശ്യം ഇതൊരു എന്താണ് ഒരു അഡീഷണൽ ഒരു സ്ട്രാപ്പും കൂടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സാധനം. ഇത് ജസ്റ്റ് നമ്മുടെ നമ്മളുടെ ഹെൽമെറ്റിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ ഇവിടെ ഈ സ്ട്രാപ്പ് അകത്തോട്ടിട്ട് കണക്ട് ചെയ്തിട്ട് ഇവിടെ വെച്ചാൽ മതി. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അത് ഞാൻ ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ സിമ്പിളാണിത്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ബ്രാൻഡ് എന്ന് പറയുന്നത് എന്താണ്, ടെലസിൻ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണിത്. ടെലസിൻ അത്യാവശ്യം റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്നുള്ള. അപ്പോൾ അതുകൊണ്ടാണ് ഇത് മേടിച്ചത്. അപ്പോൾ അത്യാവശ്യം ഇതിൻ്റെ സ്ട്രാപ്പിനൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഇത് പിന്നെ റബ്ബറാണെന്ന് തോന്നുന്നു ഈ ഒരു മെറ്റീരിയൽ. ഇത് റബ്ബറാണ്. ഈ ബ്ലൂ ഇത് പ്ലാസ്റ്റിക്കാണെന്ന് തോന്നുന്നു. ഇത് പ്ലാസ്റ്റിക്കാണ്. അതെന്തായാലും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഇവിടെ അത്യാവശ്യം ഗ്രിപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത്യാവശ്യം എനിക്കൊന്ന് സ്റ്റഡി ആയിട്ട് നിൽക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എങ്ങനെയാണെന്നുള്ളത്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഈ ഹെൽമെറ്റിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒരു ബൈക്കിലൊരു റൈഡും കൂടെ പോകാം. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാകും. കാരണം നമുക്കിത് അറിയണം. ഇത് മറ്റേ മൗണ്ട് പോലെ കുറച്ച് സ്റ്റഡി ആയിട്ട് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് നല്ല വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ജസ്റ്റ് അത് എന്തെങ്കിലും രീതിയിൽ മൂവ് ആവുന്നുണ്ടോ എന്ന് നമുക്കറിയണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് അത്യാവശ്യം നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൽ നോക്കി
ഈ മുകളിൽ കൂടെ 2 സ്ട്രാപ്പ് ഇട്ട് ഈ 2 സ്ട്രാപ്പ് അകത്തൂടെയും പോയിട്ട് ഈ അകത്തുനിന്നാണ് നമ്മൾ ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്കത് നല്ലതായിട്ട് ടൈറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നല്ല ടൈറ്റായിട്ട് ഇത് അനങ്ങുന്നൊന്നുമില്ല. അപ്പോൾ ഇനിയും ജസ്റ്റ് ഇതിനി റൈഡ് ചെയ്യുന്ന സമയത്ത് ഇനി ഞാൻ നോക്കാം ഇതെങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. പക്ഷേ എന്തായാലും ഇപ്പോൾ കണ്ടു കറക്റ്റായിട്ട് എനിക്ക് വേറെ സ്റ്റിക്കറൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് നല്ല രീതിയിൽ ഇതിൽ മൗണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഇത് 2 പ്രശ്നങ്ങളും കൂടെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു സ്ട്രാപ്പ് ഇതിൽ ഫിറ്റ് ചെയ്ത സമയത്ത്. ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ സ്ട്രാപ്പ് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഈ മൗണ്ട് ഇതിൽ ആ സ്ട്രാപ്പ് ഉപയോഗിച്ച് നമ്മൾ ടൈറ്റൻ ചെയ്ത് കഴിയുമ്പം ആ 2 സ്ട്രാപ്പ് ഇതിൻ്റെ മുകളിലൂടെ പോകുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ വൈസർ ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം കൊണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അതുകൊണ്ട് പ്രശ്നമല്ല, ആക്ച്വലി നമുക്ക് അതുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് വരും, നമ്മൾ ലോക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വൈസറിൻ്റെ അവിടെ. അതൊരു പ്രശ്നം. പിന്നൊരു പ്രശ്നം എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ ഹെൽമെറ്റിന് ഒരു ചിൻ കർട്ടൻ വരുന്നുണ്ട്. അപ്പോൾ താഴെ നിന്നുള്ള ഹെൽമെറ്റിൻ്റെ താഴെ ഭാഗത്തുനിന്ന് മുകളിലോട്ടേ ആ ഒരു എയർ കയറിയിട്ട് ഒരു നോയ്സ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒരു ചിൻ കർട്ടനുണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രാപ്പ് അവിടെ ടൈറ്റൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ചിൻ കർട്ടൻ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഈ സ്ട്രാപ്പ് അവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഒരു 2 കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളിപ്പോൾ ഹയർ സ്പീഡിലൊക്കെയാണ് പോകുന്നതെങ്കിൽ നോയ്സ് അത്യാവശ്യം നല്ല രീതിയിലുണ്ടാകും, കാരണം ഈ കാറ്റ് ഉള്ളിൽ കയറിയിട്ട്. വേറെ പ്രശ്നങ്ങളൊന്നും തോന്നില്ല. ഇത് നല്ല സ്റ്റഡി ആയിട്ട് തന്നെ ഇതിൽ നിൽക്കുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മറ്റേതിനെക്കാട്ടിൽ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് ഇതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ കുറച്ചും കൂടെ സേഫ് ആണെന്ന് തോന്നുന്നു. മറ്റേ നമ്മൾ ആ ഒരു സ്റ്റിക്കറിലാണ് ഇത് ഹോൾഡ് ചെയ്ത് നമ്മൾ ഒട്ടിച്ച് വയ്ക്കുന്നത്. സോ അത് നമുക്ക് ഇളകി പോകാമെന്നൊരു പേടിയുണ്ടാകും. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ 2 ക്ലിപ്പുണ്ട് ഈ ഒരു സ്ട്രാപ്പിന്. അപ്പോൾ ആ 2 ക്ലിപ്പിലാണ് ഇത് നിൽക്കുന്നത്. അത് ഹെൽമെറ്റിൻ്റെ ഉള്ളിലാണ് വരുന്നത്. സോ ആ ഒരു ക്ലിപ്പ് എങ്ങാനും ഏതെങ്കിലും രീതിയിൽ ഊരിപ്പോയാൽ പോലും ഒരു ക്ലിപ്പ് ഉണ്ടാവും. സോ അതുകൊണ്ട് ഇത് കുറച്ചും കൂടെ സേഫാണ്. കാരണം നമ്മുടെ ക്യാമറ കുറച്ചും കൂടെ സേഫായിട്ട് ഇതിലിരിക്കുമല്ലോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത്, നമ്മൾ ആവശ്യമുള്ള സമയത്ത് മാത്രം നമ്മൾ ഇതിൽ കണക്ട് ചെയ്താൽ മതി. ഇല്ലാത്ത സമയത്ത് നമുക്കിത് അഴിച്ചു വയ്ക്കാം. സോ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്കിത് കൊണ്ടു നടക്കുകയും ചെയ്യാം. അതൊരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ വില വരുമെന്നത് ഇനിയും പറയുവാണെങ്കിൽ ഞാൻ വാങ്ങിയത് 955 രൂപയായി. അത് വില കൂടിയും കുറഞ്ഞുമൊക്കെ നിൽക്കും. ചില സമയത്ത് ഓഫർ ഉണ്ടെങ്കിൽ അതിന് താഴെ കിട്ടും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു ചിൻ സ്ട്രാപ്പിനെല്ലാം ആ ഒരു റേഞ്ച് വരുന്നുണ്ട്, റേറ്റ് ആവുന്നുണ്ട്. പിന്നെ ഞാൻ ഫസ്റ്റ് നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെസ്റ്റ് സ്ട്രാപ്പ് മൗണ്ടാണ് നോക്കിയത്. അപ്പം അതും ഇതും തമ്മിലൊരു വ്യത്യാസം വ്യൂവിങ് ആംഗിളിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. അപ്പം ഇതാണെങ്കിൽ നമ്മൾ കറക്റ്റ് ആ ചിന്നിൻ്റെ അവിടെ വരും, മറ്റേതാണെങ്കിൽ നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടെ ആയിരിക്കും നമ്മൾ ആ മൗണ്ട് ചെയ്യുന്നത്. അപ്പം നേരെയുള്ള ഒരു വ്യൂ വരും. സോ ഞാൻ അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് 2 ദിവസം കഴിയുമ്പോൾ കിട്ടും. തമ്മിൽ അത് പക്ഷേ കുറച്ചും കൂടെ വില കുറവാണ്. അതിൽ 500 രൂപയ്ക്ക് കിട്ടും. ഇത് പക്ഷേ കുറച്ച് കോസ്റ്റ്ലിയാണ് ആ ഒരു കാര്യം നോക്കുന്ന സമയത്ത്. യൂസൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഇതെന്തായാലും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഈ ഒരു സാധനത്തിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ അത്രയാണ് ഈ ഒരു സാധനത്തെ പറ്റി പറയുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇനിയും വരുന്ന എൻ്റെ വീഡിയോസ് മിക്കവാറും ജിക്സർ SF250യുടെ റിവ്യൂ ആയിരിക്കും മിക്കവാറും. സോ അത് നമുക്ക് വണ്ടി കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂ എന്തായാലും വരുന്നുണ്ട്. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.